രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളിൽ ബിജെപിക്ക് കണക്കിന് കൊടുത്തിരിക്കുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ജനുവരി 22-ന് നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് 4 ശങ്കരാചാര്യന്മാർ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിച്ച അദ്ദേഹം രാമക്ഷേത്രം എല്ലാ ഹിന്ദുക്കളുടെയുമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. രാമക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബിജെപി അതിൽ മതരാഷ്ട്രീയം കളിക്കുകയാണെന്നുമാണ് നേതാവ് തുറന്നടിച്ചത്. രാമക്ഷേത്രത്തിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ ലഭിക്കുമെന്ന് അവർ അവകാശപ്പെടുകയാണെങ്കിൽ അവർ മതരാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ക്ഷേത്രം അപൂർണമായതിനാൽ അയോധ്യയിലേക്ക് പോകില്ലെന്ന് 4 ശങ്കരാചാര്യന്മാർ അടുത്തിടെ പറഞ്ഞിരുന്നു. അത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആർക്കും അവിടെ പോകാം. ഇത് ആദ്യ ദിവസമോ അവസാന ദിവസമോ അല്ല. തെലങ്കാനയിലെ ഭദ്രാചലത്തിലെ രാമക്ഷേത്രം താൻ എപ്പോഴും സന്ദർശിക്കാറുണ്ടെന്ന് പറഞ്ഞ രേവന്ത് റെഡ്ഡി അയോധ്യയും ഭദ്രാചലം രാമക്ഷേത്രവും തമ്മിൽ ഒരു വ്യത്യാസവും താൻ കാണുന്നില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. തെലങ്കാനയിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും രേവന്ത് മനസ്സു തുറന്നു. അയൽ സംസ്ഥാനങ്ങളായ കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവയോടല്ല മത്സരിക്കാനുള്ളതെന്നും ലോകത്തോടാണ് മത്സരിക്കാൻ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. ഇതിനിടയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം കോൺഗ്രസ് നേതൃത്വം നിരസിച്ചതിന് പിന്നാലെ അയോധ്യ സന്ദർശിച്ച് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ എത്തിയതിന് ബിജെപി പറഞ്ഞത് കോൺഗ്രസ് ഇരട്ട സ്വഭാവം കാണിക്കുകയാണെന്നാണ്. അയോധ്യയിൽ ആരു വരുന്നതിനോടും എതിർപ്പില്ല. കോൺഗ്രസിന്റെ ഇരട്ട മുഖമാണ് ഇന്ന് ജനം കണ്ടത്. ഒരു വശത്ത് അവർ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിക്കുന്നു, മറുവശത്ത് രാമക്ഷേത്രം സന്ദർശിക്കുന്നതിനു വേണ്ടി ഒരു സംഘത്തെ പറഞ്ഞയക്കുന്നുവെന്നാണ് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കോൺഗ്രസിന് നേരെ തുറന്നടിച്ചത്. മുൻ ബിജെപി നേതാവ് കൂടിയായ UP കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ക്ഷേത്ര ദർശനത്തിനെത്തിയത്. ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ധീരജ് ഗുർജർ, അവിനാഷ് പാണ്ഡെ, ആരാധന മിശ്ര, മുതിർന്ന നേതാവായ ദീപേന്ദർ സിംഗ് ഹൂഡ എന്നീ നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരുമാണ് അജയ് റായിക്കൊപ്പം ഉണ്ടായിരുന്നത്. നേതാക്കൾ അയോധ്യയിലെ ഹനുമാൻ ഗാർഹി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. സരയൂ നദിയിൽ മുങ്ങിക്കുളിച്ച ശേഷമാണ് കോൺഗ്രസ് നേതാക്കൾ ക്ഷേത്രത്തിലേക്ക് പോയത്. ഇതാണ് ബിജെപി ഇന്ന് ആയുധമാക്കിയിരിക്കുന്നത്. ജനുവരി 22-നാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. ബോളിവുഡ് സൂപ്പർ താരം അമിതാഭ് ബച്ചനും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ആത്മീയ നേതാവ് ദലൈലാമ, കേരളത്തിൽ നിന്നുള്ള മാതാമൃതാനന്ദമയി, യോഗ ഗുരു ബാബ രാംദേവ്, തമിഴ് സൂപ്പർ താരം രജനികാന്ത്, മാധുരി ദീക്ഷിത്, അരുൺ ഗോവിൽ എന്നിവരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്.